ഇത്രയും പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. റിയലി എനിക്കൊരു അത്ഭുതം പോലെയാണ് തോന്നിയത്. പെട്ടെന്നൊന്നും എഴുന്നേക്കാൻ പറ്റുകയില്ലായിരുന്നു ഡോക്ടറെ. വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ്. കാലിങ്ങനെ സൈഡിലേക്ക് ചെരിഞ്ഞു പോകുമായിരുന്നു നടക്കുമ്പോൾ. വന്നപ്പം ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു നടന്ന് വരാനായിട്ട്. കാരണം കാല് മടക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് റിയലി ഞാൻ പിടിച്ചോണ്ട് വന്ന പോലെയാണ് വന്നത്. ഈ റോഡ് ക്രോസ് ചെയ്തതുമൊക്കെ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് ഈ മാനിപ്പുലേഷൻ കഴിഞ്ഞപ്പം സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു. ഇങ്ങനെ ഞാൻ ഒത്തിരി നാളായി കണ്ടിട്ട് ഇത്രയും സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു. ഇന്നാണ് ഞാൻ ഇത്രയും ആഫ്റ്റർ എ ലോങ് ടൈം ഞാൻ കാണുന്നത്. എനിക്ക് പറയാനുള്ളത്, കാരണം ഒരു 90% മുട്ടുവേദനയാണ് പ്രശ്നം. ചെറുപ്പക്കാർ തൊട്ട് വലിയവർ വരെ, ഓൾഡ് ഏജ് വരെ, ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷനിൽ. അപ്പം അവർക്ക് ഇവിടെ വന്ന് നോക്കാവുന്നതാണ്. പരിശോധിച്ച് നോക്കി അവരുടെ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് അവരിത് ചെയ്യട്ടെ. ഇങ്ങോട്ട് വന്ന് അവർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. സ്വന്തം എക്സ്പീരിയൻസ് ഞാനിതിങ്ങനെ തിരക്കുന്നുണ്ടായിരുന്നു ഒത്തിരി നാളുകളായിട്ട്. ഇങ്ങനെ എന്തെങ്കിലും ഫിസിയോതെറാപ്പി ഉണ്ടോ എന്നുള്ളത് എനിക്കറിയാം. പക്ഷേ ഈ മാനിപ്പുലേഷൻ തെറാപ്പിയുടെ കാര്യം എനിക്കറിയില്ല. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് യൂട്യൂബിൽ ഞാൻ കണ്ടത്. കാരണം സർജറി ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ ഹസ്ബൻഡിന്. അപ്പോൾ ഹാർട്ടിൻ്റെ സർജറി ചെയ്ത് 1 ഇയർ ആയതേ ഉള്ളൂ. 1.5 ഇയർ ആകാതെ സർജറി ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഒരു ഫേമസ് ഡോക്ടറാണ് പറഞ്ഞത് കേരളത്തിലെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പിന്നെ ആകെ മൊത്തം ബുദ്ധിമുട്ടായിപ്പോയി. കാരണം എനിക്ക് എങ്ങും യാത്ര ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്യുന്നവരാണ്. അപ്പോൾ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വന്നപ്പോൾ എനിക്ക് റിയലി മാനസികമായി ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയൊരു റിലാക്സേഷൻ അനുഭവപ്പെട്ടു ദൈവത്തിൻ്റെ കൃപയാൽ. അതെനിക്ക് പറയാനായിട്ട് സാധിക്കും. ഡോക്ടർ ട്രീറ്റ്മെൻറ്റും എല്ലാം കൂടി. പിന്നെ മെഡിസിൻസ് വേണ്ട, ഒന്നും വേണ്ട. കാരണം സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകുന്നില്ല. ഇത് തെറാപ്പി സിസ്റ്റം മാത്രമാണ്. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റും കൂടിയാണ്. അതെനിക്ക് 100% എനിക്ക് പറയാനായിട്ട് സാധിക്കും. അത്രയാണ് എൻ്റെ എക്സ്പീരിയൻസ്. കാരണം ഈ കാലിൻ്റെ മുട്ട് ഒത്തിരി നാളായി അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ സർജറി വേണ്ടാന്നും പറഞ്ഞ് റിഫ്യൂസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് മതി. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോഴാണ് യൂട്യൂബിൽ കണ്ടത്. വരുമ്പോൾ പെട്ടെന്നൊന്നും എഴുന്നേക്കാൻ പറ്റുകയില്ലായിരുന്നു ഡോക്ടറെ. വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ്. കാലിങ്ങനെ സൈഡിലേക്ക് ചെരിഞ്ഞു പോകുമായിരുന്നു നടക്കുമ്പോൾ. അങ്ങനെ കണ്ടിന്യൂ ഒന്നും നടക്കാനും പറ്റത്തില്ല. നടന്നേച്ച് ഇച്ചിരി നിൽക്കും. മുട്ടുവേദന ഉള്ളവരോട് ഞാൻ ഇത് തന്നെ പറയും. ഈ ഏരിയയും കാര്യങ്ങളും എല്ലാം എനിക്ക് പറയാനുണ്ട്. അവർ വന്നു നോക്കട്ടെ. അവരുടെ സ്വന്തം എക്സ്പീരിയൻസ് അവർക്ക് അനുഭവപ്പെടും. ഇവിടം വരെ വന്നുകൊണ്ട് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. ഇവിടം വരെ വന്ന് അവർക്ക് ഇതിൽ ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ അവർക്ക് സംഗതി പിടികിട്ടും. ഫിസിയോതെറാപ്പിസ്റ്റ് ആണെങ്കിലും എല്ലാം വളരെ നല്ല ആക്യുറേറ്റ് ഇതാണ് പറഞ്ഞത്. എക്സ്റേ വ്യൂ എല്ലാം. ഇത്രയും എക്സ്റേ വ്യൂ 1-2 വരെ ഞാൻ കാണിച്ചായിരുന്നു. ഇത്രയും ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞില്ല. ഈ മാഡം ഫിസിയോതെറാപ്പിസ്റ്റ് വളരെ ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞു.